ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്, നമ്മളെ കൊണ്ട് താങ്ങാനൊന്നും പറ്റില്ല. അതോടൊപ്പം തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നൊക്കെ അതായത് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ട് പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പ്രൊഡക്ട്സും നമുക്ക് മസ്റ്റായിട്ട് വേണ്ട പ്രൊഡക്റ്റാണ്, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിലല്ല എല്ലാ ക്ലൈമറ്റിലും നമുക്ക് ഡെയിലി റുട്ടീനിൽ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ്. പക്ഷേ ഈ ഒരു ചൂട് സമയത്ത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ആ ഒരു സ്വെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട രണ്ട് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവിമി ഹെർബൽസിൻ്റെ സൺസ്ക്രീനും അതോടൊപ്പം തന്നെ അലോവേറ ജെല്ലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പാരബൻസോ അതേപോലെ തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതൊരു ഹെർബൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. ആദ്യമേ തന്നെ നമുക്ക് സൺസ്ക്രീനിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അവിമി ഹെർബൽസിൻ്റെ സൂര്യകവച് സൺസ്ക്രീനാണ്. ഇതിലെ SPF കണ്ടന്റ് എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ SPF 15 ആണ്. അതോടൊപ്പം തന്നെ PA BBB+ അല്ല, AA+ഉം അല്ല, PA നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതായത് BBB+ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുകയാണെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കാണ്. അപ്പോൾ SPF 50 നമുക്ക് മസ്റ്റായിട്ട് വേണം കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടാണ്. ആ ഒരു സൺ ബേൺ അല്ലെങ്കിൽ സൺ ടാൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂളായിരിക്കും. സോ SPF കണ്ടന്റ് നമുക്ക് മസ്റ്റായിട്ട് 50 എങ്കിലും ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എപ്പോഴും ഞാൻ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യം, ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റ് ഉള്ളത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ നോൺ ഗ്രീസി ആണ്, നോൺ ഓയിലി ആണ്. അപ്പോൾ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകും കേട്ടോ, ക്വിക്കായിട്ട് തന്നെ. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ ഒരു സൺസ്ക്രീൻ നൽകുന്ന പ്രൊട്ടക്ഷൻ ഒക്കെ നൽകുന്നുണ്ട്. പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ബ്ലൂ ലൈറ്റ്, അതായത് ബ്ലൂ ലൈറ്റിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സൺസ്ക്രീൻ നമുക്ക് മെയിനായിട്ട് നൽകുന്ന കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കാസ്റ്റ് ഇല്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവും. നോൺ ഗ്രീസി ആണ്, നോൺ ഓയിലി ആണ്. അതേപോലെ തന്നെ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കാണ് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഹെർബൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ വൈസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഇപ്പം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവേണ്ട വിധത്തിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെർബൽ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണെന്ന്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് അടുത്ത് പറയേണ്ടത് ബെൻസൈൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങൾ ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങൾ പറയാം. അതായത് നമുക്ക് ആഡിക്വേറ്റ് എമൗണ്ട് നീഡഡ് ക്വാണ്ടിറ്റി നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ പുറത്ത് പോകുന്നതിന് ഒരു ജസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിന് മുന്നേ വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഓരോ 2 ഹവേഴ്സിന് ആഫ്റ്ററും, അതായത് ഓരോ 2 ഹവേഴ്സ് കൂടുന്തോറും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം, റീടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് സൺസ്ക്രീൻ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, എവിടെയൊക്കെയാണോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലും, അതായത് സണ്ണിൻ്റെ ആ ഒരു ടാൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷർ എവിടെയൊക്കെയാണ് ബോഡിയിൽ ഏൽക്കാൻ സാധ്യതയുള്ള ആ ഒരു പാർട്ടിലെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഹാൻഡിൽ നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ അതായത് സ്വിമ്മിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനിലൊക്കെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് 2 മണിക്കൂർ വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട കേട്ടോ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ അതും എപ്പോഴും എടുക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. സ്വിമ്മിങ് ഉള്ളപ്പോൾ മാത്രമല്ല, നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഭയങ്കര ചൂട് അല്ലെങ്കിൽ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒലിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. 2 മണിക്കൂർ വരെ റീടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കാത്ത് നിൽക്കരുത്. നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിൽ നിന്ന് ആ ഒരു സൺസ്ക്രീൻ പോയെന്നുള്ള ആ ഒരു ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഈ സ്വെറ്റിംഗ് കേസിലൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ റീടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. എങ്കിൽ മാത്രമേ എക്സാക്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് കയ്യിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഓരോരുത്തരെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് അല്ലേ.
അതോടൊപ്പം തന്നെ ചില ഇൻഗ്രീഡിയൻസ് ചിലർക്ക് അലർജിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഹെർബൽ ആണെങ്കിൽ പോലും. അതുകൊണ്ടിട്ടൊക്കെയാണ് പാച്ച് ടെസ്റ്റ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ എമിറ്റ് ചെയ്യുന്ന പ്ലേസിലൊന്നും സ്റ്റോർ ചെയ്യാണ്ടിരിക്കുക. ഡ്രൈ ആൻഡ് കൂൾ പ്ലേസിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അത്യാവശ്യം ഷെൽഫ് ഏരിയയിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്, എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട സൺസ്ക്രീനാണ്. അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പോൾ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റായ അലോവേര ജെല്ലിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് അവിൻമി ഹെർബൽസിന്റെ അലോവേര ജെൽ. ഇത് എല്ലാ ഹെയർ ടൈപ്സുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പമ്പ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഭയങ്കര നല്ലൊരു കൂളിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വൺ ആപ്ലിക്കേഷനിൽ തന്നെ ആ ഒരു കൂളിംഗ് നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂത്തൻ ചെയ്യാനും ആ ഒരു ഇൻഫ്ലമേഷനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഇല്ലാണ്ടാക്കാനും, ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി നന്നായിട്ട് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രമല്ല കുറേ അധികം ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു അലോവേര ജെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു അലോവേര ജെൽ നമ്മുടെ സ്കിന്നിനെ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യും, നറിഷ് ചെയ്യും, അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ സ്കിന്ന് എപ്പോഴും നല്ല സൂത്തനായിട്ടിരിക്കും. അതായത് ആ ഒരു യങ്ങായിട്ടുള്ള ഫീലിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഇലാസ്റ്റിസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കും. പിന്നെ വൗണ്ട്സ്, കട്ട്സ്, ബേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും, ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതാണ് അലോവേര ജെല്ലിൻ്റെ ഔട്ടർ പാക്കിങ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കുറേ അധികം ബെനിഫിറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നറിഷ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും, പിന്നെ നമ്മുടെ സ്കിൻ നല്ലോണം കാം ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻഫ്ലമേഷനൊക്കെ ക്യൂർ ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ വൗണ്ട്സ് ആൻഡ് കട്ട്സ്, ബേൺസ് ഒക്കെ നന്നായിട്ട് ക്യൂർ ചെയ്യും, ഹീൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്കിൻ അതായത് ഒട്ടും തന്നെ ഏജിങ് ഫീൽ ആക്കില്ല. അതായത് ആ ഒരു ഡ്രൈനെസ് ഉള്ളപ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഏജ്ഡ് ആയിട്ട് തോന്നിക്കുന്നത്. നല്ലൊരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യങ്ങായിട്ടിരിക്കും കേട്ടോ. ആ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതായത് വ്രിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടി നമ്മളെ സഹായിക്കും കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് കൂളിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കിന്നിനെ ഭയങ്കരമായ ഹീറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്തയായിട്ട് നമുക്ക് പറയാം, എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ സഹായിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ളത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സപ്പിളാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കുറേ അധികം ആൻറ്റി ഓക്സിഡൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തയായിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കോളജൻ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യും. സോ നമ്മുടെ ഓവറോൾ സ്കിൻ ടെക്സ്ചറിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു അലോവേര ജെല്ലിൽ നിന്ന് കിട്ടുന്നത്. സോ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. അതായത് നിങ്ങൾ വിട്ടിട്ട് പോകരുത്. ഈ ഒരു അലോവേര ജെല്ല് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് ഷുവറായിട്ട് റിസൾട്ട് കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്ന ബേസിലാണ് കേട്ടോ ഈ ഒരു റിവ്യൂ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഹെയർ മാസ്ക് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫേസിലും നമ്മുടെ ഹാൻഡിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ടർമറിക് പ്ലസ് അലോവേര ജെല്ലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ജസ്റ്റ് ഒരു 15-20 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ഓഫ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ കൈ നല്ലോണം വാഷ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ജെന്റിലി ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ഓവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നോർമൽ വാട്ടറിൽ നമ്മൾ അതായത് കൂൾ വാട്ടറിൽ ഒന്ന് റിൻസ് ഓഫ് ചെയ്യുക. അതായത് ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം പാട്രി ചെയ്താൽ തന്നെ നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ആൻഡ് ക്ലിയർ ആവും. ആ ഒരു ഡേർട്ടും ഇംപ്യൂരിറ്റീസ് ഒക്കെ നന്നായിട്ട് പോയി കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അതും ഫസ്റ്റ് യൂസിൽ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക, വിട്ടു പോവാണ്ട്. അതേപോലെ തന്നെ പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഇറിറ്റേഷൻസോ അലർജിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മൾ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിൻമിയുടെ 2 പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടും നല്ല അടിപൊളി കിടുക്കൻ പ്രൊഡക്റ്റാണ്, ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ, അതായത് പ്രൈസ് വൈസ് ഉള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അലോവേര ജെല്ലിനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 2 പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള
ഏറെക്കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.